ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു റെസിപ്പി ആയിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലൊരു മീറ്റ് മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ചെടി ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്താണെന്നറിയോ. അപ്പോൾ നമ്മൾ ഈ ചെടി വാങ്ങാൻ പോയ അവിടുത്തെ കഥകളും അവിടുത്തെ നല്ല രസകരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ ചെടി ഉണ്ടല്ലോ, ഇതിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് പറഞ്ഞു തരാം. ചിലവരെ വീട്ടിലുണ്ടാവും ഇക്കാരം, ചിലവർക്ക് അറിയിക്കാരോ. അപ്പോൾ നമ്മൾ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. വലിയ ഉപകാരമുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങാൻ പോയി. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തൊന്നും ഇല്ല. അങ്ങനെ നമ്മളൊരു നഴ്സറി കണ്ടുപിടിച്ച് അവിടെ പോയതും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പലതും കാണാണ്ടിട്ട് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് കണ്ട് മറ്റുള്ളവർക്ക് എത്തിക്കണം കേട്ടോ. ലൈക്ക് ചെയ്താലേ മറ്റുള്ളവരുടെ അടുത്തേക്ക് നമ്മളെ വീഡിയോ പോവുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നല്ലൊരു മീറ്റ് മസാല ഉണ്ടാക്കുകയാണ്. അപ്പം വലിയ പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ നമ്മളിതാ ഒരു 300 മല്ലിയാണ് ഇട്ടത്. അപ്പോൾ അത് ചട്ടിക്ക് ഇടുകയാണ്. തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് തീ കത്തിച്ചാൽ മതി. അപ്പോൾ ഒരു 150 മുളക് ഇട്ടാ, പിന്നെ ഒരു 100 കാശ്മീരി മുളക് ഇടുന്നുണ്ട്. അപ്പോൾ മുളകൊക്കെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി, അതിനനുസരിച്ചൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ അതൊക്കെ ഞാൻ വേനൽക്ക് നല്ല കൈകി ഉണക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല നെരിച്ചിലുണ്ട്. അപ്പോൾ ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഇതാ അതൊക്കെ അതിൽ ഇട്ടുകണേ. അപ്പം നമ്മൾ അതിക്ക് കുറച്ച് നല്ല നാടൻ മഞ്ഞളാട്ടത്. അപ്പോൾ അത് നാൾ സാമ്പാർ പൊടി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിനി നല്ല വീട്ടിലുണ്ടാക്കിയ ഒരു മഞ്ഞളാണത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ അതിക്കൊരു 4 സ്പൂണ് പെരിഞ്ജീരകം, ഒരു 2 സ്പൂണ് കുരുമുളക്, പിന്നെ 2 സ്പൂണ് ഉലുവട്ടാ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലാണ്. അത് നല്ല കൈകി ഉണക്കല്ല, മുണ്ടിലിട്ട് കാണും നല്ല തോത്തി വെള്ളത്തിൻ്റെ അംശമൊക്കെ പോക്കിക്കണ്ടാ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഇല. ഈ ഇല എന്താണെന്ന് അറിയാതെ സർവ്വസുഗന്ധി ഇതാണ്ടത്. മീറ്റ് മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ ബീഫിന് നല്ല ടേസ്റ്റ് കൊടുക്കും. പിന്നെ കൊളസ്ട്രോളൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ വലിയ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് ബീഫൊക്കെ വെക്കേണ്ടി വരില്ലേ. അപ്പോൾ നമ്മൾ അത് തിരഞ്ഞ് നടക്കൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായിക്കണം കേട്ടോ. അപ്പോൾ 1-2 ഇല്ല. അപ്പോൾ പിന്നെ നമ്മളെ അടുത്തൊരു കിലോമീറ്റർ അപ്പുറത്ത് നല്ലൊരു നഴ്സറിയിൽ നിന്നാണ് നമ്മളിത് കിട്ടിയത്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ വിവരങ്ങളും പിന്നെ വലിയ വിലയൊന്നും ഇല്ല അവിടെ. അപ്പം നമ്മളടുത്തുള്ളവർക്കൊക്കെ അറിയണമെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിതിലിട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും കാണാം. നല്ല പിന്നെ രസകരമുള്ള കാഴ്ചകൾ ഇട്ടാൽ ഓരോരോ ചെടികളൊക്കെ ഉണ്ടാക്കിയതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു കാണാൻ ഒരു രസമല്ലേ. അപ്പം ആദ്യം നമ്മൾ ഗ്യാസുമ്മൽ വെച്ച് നോക്കിയിട്ടാ, ചെറിയ തീയാക്കിക്കാണ്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് അടുപ്പുമ്മൊക്കെ ആക്കാമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുപ്പുമ്മലാകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ചെറിയ തീയാക്കിക്കാണ്ട് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ കരിയാൻ പാടില്ല, കരിഞ്ഞാൽ പോയില്ല കാര്യം. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ആക്കണേ. അപ്പം മല്ലിയും മുളകൊക്കെ നല്ല നെരിച്ചിലുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നുള്ളതായാൽ മതി. പിന്നെ ഈ ഇലകൾ അപ്പോൾ എല്ലാം ഒന്ന് വേവണം കേട്ടോ. അത് വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെന്ത് വരുമ്പോൾ എന്താ അതിൻ്റെ ഒരു മണം എന്നാ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പിന്നെ ബീഫ്, ചിക്കന്, മട്ടന് എല്ലാത്തിനും പറ്റും. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ വൈകുന്നേരം ഇട്ടത്. അപ്പോൾ അടുപ്പിൽ എപ്പോഴും കണലുണ്ടാവും. അപ്പോൾ വേഗം തീ കത്തി കിട്ടും. അപ്പോൾ പിന്നെ ഒരു ചെറു തീയിലാക്കിക്കാണ്ട് ഇങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല മട്ടത്തിലാണ് കിട്ടണ്ട കേട്ടോ എനിക്കിത്. അപ്പോൾ നമുക്ക് ബീഫ് നമ്മളെ കാക്കാക്കാണെങ്കിൽ ബീഫായാൽ മതി. അപ്പോൾ ബീഫിന് വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും അത് ഭയങ്കര ഒരു ഇതാട്ടാ. അപ്പോൾ അതിനെന്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് തരും. ബീഫ് കഴിഞ്ഞിട്ടേ വേറെയുള്ളതൊക്കെ ഉള്ളൂ. ഒരു കുറവൊക്കെ കെട്ടിക്കൊടുത്താൽ ഒരു കുറവൊക്കെ ഉണ്ടാക്കി കൊടുത്താലും തിന്നോളൂ കേട്ടോ. അത്ര ബീഫിൻ്റെ കമ്പാണ്. ഇപ്പോൾ താണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാള, തിന്നാൻ പാടില്ലാത്തുള്ള വലിയ ഇഷ്ടം ഉണ്ടാവില്ലേ. ചിക്കനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. ബീഫിനോടാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് പിന്നെ ആടാട്ടാ, കിട്ടാത്ത മുതലാണ്. ആടിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആടിൻ്റെ വില കൊണ്ട് ആടിൻ്റെ അടുത്ത് കിടക്കില്ലെന്നാലും നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ കൊണ്ടുവരലുണ്ട്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ല ചെറുതാക്കി ഇങ്ങനെ ചെറു തീയിലാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കാണ്ട് നല്ല നെരിഞ്ഞോട്ടെ. അപ്പോൾ ഒക്കെ കൈകി ഉണക്കി വെച്ചത് കഴിഞ്ഞിട്ടതൊക്കെ. അപ്പോൾ ഈ ഇല ഉണ്ടല്ലോ, ഈ ഇല തിരഞ്ഞ് നടക്കൽ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുറേ തിരഞ്ഞ് നടത്തിക്കണം കേട്ടോ. അപ്പം മഞ്ഞൾ കുറച്ചും കൂടി മഞ്ഞൾ വറുത്താൽ കളറ് പോകട്ടെ. എന്നാലും മഞ്ഞൾ വറുത്താലാണ് മസാലക്ക് ടേസ്റ്റ് കിട്ടൽ. അപ്പോൾ ആ വറുക്കണിയിലിട്ടിക്കണേ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വറുത്ത് വെക്കുമ്പോൾ നമ്മൾ നല്ലൊരു ടിന്ന് നല്ല കൈകി ഉണക്കി വെക്കണം കേട്ടോ. അല്ലഞ്ഞാൽ പിന്നെ അത് ഇതാക്കി വരുമ്പോൾ അതിൻ്റെ മണവും ആ സ്മെല്ല് നല്ല മണം അതൊക്കെ പോകും. അപ്പോൾ അതൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് നമ്മളിത് പൊടിക്കാൻ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ കുപ്പിയൊക്കെ കഴുകി ഉണ്ടാക്കി വരുമ്പോഴത്തേന് അതിൻ്റെ ആ ചുരുഞ്ചോയൊക്കെ പോകട്ടെ. അപ്പോൾ കുപ്പിയൊക്കെ ആദ്യം റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മളിത് അതിനകത്രമില്ലല്ലോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ തന്നെ പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ 1 കിലോനൊക്കെ ഉണ്ടെങ്കിൽ മില്ലിക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതിലിട്ട് കാണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം നൈസാക്കണം ചേട്ടാ. ഒരു ചെറു തരി കൊടുക്കുക. അപ്പോഴാണ് ബീഫിന് നല്ലൊരു ടേസ്റ്റ് കിട്ടലേ.
പിന്നെ ബീഫിന് നല്ല സോയാബീൻ ഈ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊണ്ടുപോകാൻ ഒക്കെ സോയാബീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കണ്ടുകണേ, ഞാൻ കഴിച്ചു ചെയ്തിക്കണ കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചു കണ്ടാണ് ഞാൻ അത് കിട്ടോളം തിരഞ്ഞ് നടന്നത്. അപ്പോൾ അതൊക്കെ ഇതാക്കിയാണ്. അപ്പോൾ നല്ല പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നായിട്ടാണ് പൊടിച്ചെടുക്കണേ. അപ്പോൾ ഒന്നായിട്ട് പൊടിച്ചുകൊണ്ട് നമ്മളൊരു വേറൊരു പാത്രത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നമ്മളൊന്ന് സെറ്റാക്കി അപ്പോൾ ഒന്ന് ചൂടാറണ്ടേ. ചൂടാറിൻ്റെ ശേഷം നമുക്ക് ടിന്നൊക്കെ ആക്കി വെക്കാം. അപ്പോൾ 3 വട്ടമായിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്ന ദിവസമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാളാകുമ്പോഴത്തേന് എല്ലാവരും എടുത്തുകൊണ്ട് എത്തിക്കോട്ടെ എന്നുള്ളതിലാട്ടോ നമ്മൾ ഇട്ടുകൊണ്ടത്. അപ്പോൾ ഇത് എടുത്ത് വെച്ചതേന്, വീഡിയോ എടുത്ത് വെച്ചതേന്, എഡിറ്റൊക്കെ കഴിഞ്ഞ് വെച്ചതാട്ടോ. അപ്പോൾ വേണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയും കൂടി ഇടാണ്ട്, അതും കൂടി നാളെ ഇൻഷാ അല്ലാഹ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇടാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളതൊന്ന് നന്നായി ഇളക്കുക കേട്ടോ. ഇളക്കിണ്ട് സെറ്റാക്കണം. മുളകും മല്ലിയൊക്കെ വെവ്വേറെ കിടക്കുന്നുണ്ടാവും പൊടിയാൾ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണേ. അപ്പോൾ ഒന്നുണ്ട് ചൂടാറും ചെയ്യട്ടോ. ഒന്നുണ്ട് ചൂടാറിക്കോളും. അധികം ഒന്നും തുറന്നിടരുത്. കുറച്ചൊക്കെ ഒന്ന് ചൂടാറിന് ശേഷം നമുക്ക് ടിന്നൊക്കെ നന്നായി ഉണ്ടാക്കി വെക്കുക. അപ്പോൾ കാക്ക പറഞ്ഞ് നാളെ തന്നെ ഇറച്ചി കൊണ്ടുവരാം, നാളെ വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ നാളെ തന്നെ ഇറച്ചി കൊടുത്തുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ രാവിലെ സുബീസ്കരിച്ച് വരുമ്പോൾ ഇറച്ചിയായിട്ട് വരും. ഈ കാരണം ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യണവർക്കും ലൈക്ക് ചെയ്യണവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ പിന്നെ കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ പോയ കാഴ്ചകൾ കാണിച്ച് തരാണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കിയിട്ടോ. അതൊന്ന് കാണാതെ നിങ്ങൾ പോയില്ലേ. അപ്പോൾ നമ്മളതൊക്കെ ആക്കിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. മുളക്, മല്ലി, കറാമ്പൂക, ഏലക്കായ ഒന്നും ഇടാൻ നിൽക്കണ്ട. ഇതാണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളാണ്ട് പോണ കാഴ്ചേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണെന്നാ എന്നുള്ളത് വില ആക്കണ്ട, നല്ല വില ആക്കണ്ട്. അപ്പോൾ ഇതൊരു ബാങ്കാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞ്. കളിയാട്ടക്കാവിലൊക്കെ ഭയങ്കര വിലയാണ്. ഇവിടെ നല്ല വില കുറവുണ്ട്. അതാട്ടെ പിന്നെ ഇവിടെ ഉള്ളത്. അതാണ് ഞാൻ ശരിക്കും കാണിച്ചു തരുന്നത്. നല്ല ഒരു നമുക്കൊരു സേവനം ചെയ്യണമായിട്ട് കേട്ടോ പോലെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പന്താരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അത് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. പുളിമരൊക്കെ എന്താ വില? 100 കട്ട് ചെയ്തും കിട്ടണ്ടാണല്ലേ. 6 മാസം കൊണ്ട് കായ്ക്കണ പുളി, പിന്നെ 6 മാസം കൊണ്ട് കായ്ക്കണ നെല്ലി ഒക്കെ കൊമ്പ് പിടിപ്പിച്ചതായിട്ടേ ഒക്കെ നമ്മൾ പോയി നോക്കുമ്പോഴുള്ള അറിയില്ലേ. പിന്നെ പ്ലാവ് ഒക്കെ 6 മാസം കൊണ്ട് കായ്ക്കേണ്ടത്. എല്ലാ ചെടികളും നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ വാങ്ങാൻ തോന്നിപ്പോവും. അപ്പം നമ്മൾ വാങ്ങിയ ചെടി അവിടെ തന്നെ വെച്ചുകൊണ്ട് പോന്നിട്ട് നമ്മൾ സ്കൂട്ടറിലായപ്പോൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിന്നെ എന്നെ ഇറക്കിൻ്റെ ശേഷം മോന് പോയി തുടർന്ന് അങ്ങനെ കേട്ടാ. അപ്പം നമുക്കിതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാൻ അതിലായാലും ഞാൻ ഇതൊക്കെ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾക്കും കാണിച്ചു തരികയാണ്. എനിക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. അപ്പോൾ വേനൽ കഴിഞ്ഞ മഴ പിടിച്ചതിയിലായിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ വേനൽക്കൊക്കെ ഇത് വെള്ളം നനച്ചിങ്ങനെ കൊണ്ടടക്കണേ എത്ര പണിയുണ്ട്. വെള്ളമില്ലാത്തതല്ലേ ഇനി എല്ലായിടത്തും. എന്നാലും ഒക്കെ ജീവൻ നിലനിർത്തി ഇങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അത്.
ബാങ്കാണ് ഇത് നടത്തേണ്ടതെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നല്ല വില കുറവുണ്ട്. ആൾക്കാർ കൊണ്ടുപോയി ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ളൊരു സേവനമാണ് കേട്ടത്. അപ്പം നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.